ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്തെന്ന് വെച്ചെങ്കിൽ സലാഡ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് അനാറ്, പേരപ്പഴം, പേരക്ക എന്ന് പറയില്ലേ, അതാണ്. പിന്നെ കുക്കുംബർ, കക്കരി, ഇത് നെല്ലിക്കയാണ്. ലെറ്റ്യൂസ് എന്ന് പറഞ്ഞ ഒരു ലീഫാണ്. ഇതൊക്കെ നല്ലതാട്ടോ, ഹെൽത്തിയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഹെൽത്തി സലാഡ് ഉണ്ടാക്കാം. ചോളം കൂടി എടുത്തിട്ടുണ്ട്, ഞാനൊരു ചോളം എല്ലാം ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഉച്ചക്ക് ചോറ് വയ്ക്കാൻ ഇഷ്ടമില്ലാത്ത ആൾ, പിന്നെ ഡയറ്റ് കൺട്രോൾ ആക്കുന്ന ആൾ, അവർക്കെല്ലാം ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത്. പിന്നെ ചോളം വേവിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റീം ആക്കിയിട്ട് അപ്പച്ചമ്പിലിട്ടിട്ട്, അപ്പച്ചട്ടിയില്ല അതിലിട്ടിട്ട് സ്റ്റീം ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തൊലി കളഞ്ഞിട്ട് കട്ടാക്കിയിട്ട് എല്ലാം ഞാൻ ചോപ്പറിൽ കട്ടാക്കിയിട്ടാണ് ഇതൊക്കെ ഇട്ടിട്ടുള്ളത്. അനാറാണിത്. അപ്പോൾ അനാറും തൊലി കളഞ്ഞിട്ട് കട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കക്കിരി, അതും ചോപ്പറിലിട്ടിട്ടുണ്ട്. പിന്നെ ഈ ലീവ്സ്, ചോളം, ഇതൊക്കെ എല്ലാം തൊലി കളഞ്ഞിട്ട് എല്ലാം വേറെ വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നാക്കിയിട്ട് കഴിക്കാൻ പറ്റുമോ? ഇതെല്ലാം കട്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് അനാറും പിന്നെ ചോളം വേവിച്ചിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഒരു ബൗൾ നിറച്ച് കഴിച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കുന്ന, സാധാരണ ചോറ് കഴിക്കുന്ന സെയിം ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളെ ആരോഗ്യത്തിന് നല്ലതുമാണ്. പിന്നെ ഷുഗർ, പിന്നെ കൊളസ്ട്രോൾ അതുപോലെ ഉണ്ടാക്കൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫുഡാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഉപ്പും മല്ലിച്ചപ്പും കൂടി ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റും കൂടി ഉണ്ട് ഇത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഒരു 2 വീക്സ് ഒന്നും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞത്. ഉമ്മ ഇത് കഴിക്കുന്നുണ്ട്, അപ്പോൾ ഉമ്മക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഡയറ്റ് എടുക്കുന്ന ആൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തിട്ടായിട്ട് ഒരു ബൗളിലേക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഉപ്പും മല്ലിച്ചപ്പും ഇട്ടിട്ട് കുറച്ച് ലെമൺ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പിന്നെ ലെമൺ കട്ട് ചെയ്യുന്ന ആളൊന്നും കട്ട് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ടാൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തിനും നല്ലതാണ്. നല്ല ഹെൽത്തിന് ഇതൊക്കെ നല്ലതാണ്. ഉമ്മ ഇതില്ല 1 മാസം കണ്ടിന്യൂയായിട്ട് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചിട്ട് ഉമ്മക്ക് നല്ല ഷുഗറിന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഫുഡ് കൺട്രോളിങ്ങിൽ തന്നെയാണ് ഇതൊക്കെ ഷുഗറൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയാൽ തന്നെ ഷുഗറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ ഇഷ്ടമാണ് വീഡിയോ എടുത്തത്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. എന്തെന്നൊക്കെ വെച്ചെങ്കിൽ പിന്നെ കക്കിരി, പിന്നെ ലെറ്റ്യൂസിൻ്റെ ആ ലീഫ്, അനാറ്, പിന്നെ പേരപ്പഴം, ഫ്രൂട്ട്സൊക്കെ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉണ്ടായ ഫ്രൂട്ട്സെല്ലാം ഇടാം. പിന്നെ ചോളം, മല്ലിച്ചപ്പ്, കുറച്ച് ഉപ്പ്, ഇത്രയാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കാണാനും നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല രസമുണ്ട്. ഒരു ബൗൾ ഫുള്ള് കഴിക്കാട്ടോ. അപ്പോൾ നല്ല വയറും നിറയും മനസ്സും നിറയുമെന്ന് അറിയുന്നില്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.